ആ കോൺഗ്രസിന്റെ ദൃശ്യമാധ്യമ പോരാളികൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ 3-4 ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ എന്തൊക്കെയോ വാർത്ത പടച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങ് തകർന്ന് തരിപ്പണമായി കേട്ടോ. ഇപ്പോ അവർക്ക് പുറത്തിറങ്ങാൻ തന്നെ മടിയാണ്. നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചെല്ലാം വായി തോന്നുന്ന വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ, ചില കൃത്രിമ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വാടി ഇല്ലാതായി പോകുന്ന ഇനമാണെന്ന് ഈ ദൃശ്യമാധ്യമ പോരാളികൾ, സൈബർ പോരാളികളെ പോലെ തന്നെ ദൃശ്യമാധ്യമ കോൺഗ്രസ് പോരാളികൾ കരുതുന്നുണ്ട്. ആ പോരാളികൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പ്രതികരണമുണ്ട് ചേർത്തലയിൽ. അത് കേൾപ്പിക്കുന്നത്. കാര്യം, നിങ്ങൾ ആർക്കെതിരെയാണോ വാളോങ്ങുന്നത് അവർ എത്രമാത്രം ഉശിരുള്ളവരായി മാറുന്നു, എത്രമാത്രം പോരാട്ട വീര്യം കാണിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പടച്ചുവിട്ട വാർത്തയ്ക്ക് നിങ്ങളോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന വ്യക്തികളെ കാലുവാരാൻ ശ്രമിച്ച ഒറ്റുകാരോട് പറഞ്ഞു വെച്ച മറുപടി കേട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരാൾ കാണിച്ചു, മന്ത്രിയുടെ സുരക്ഷ കൂട്ടി. ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലും സുരക്ഷയൊന്നുമില്ല, മുന്നിലൊരു പൈലറ്റ് വാഹനമേ ഉള്ളൂ. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, എസ്കോട്ട് ഉണ്ടോ? എസ്കോട്ട് ഇല്ല. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള പോലീസ് PSOയോട് ചോദിച്ചു, അതെന്താണ് ഈ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എന്റെ മുന്നിൽ ഒരു പൈലറ്റ്